റിവൈവൽ ടൈമിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മർക്കോസ് വിശേഷം 4:35. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അന്ന് സന്ധ്യയായപ്പോൾ സാധാരണ മിനിസ്ട്രി എല്ലാം കഴിഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോകും. പക്ഷെ അന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് വീടുകളിലേക്ക് പോകേണ്ട സമയമല്ല, നമുക്കൊരു സീ ക്രോസ് ചെയ്യാനുണ്ട്. ഈ റിവൈവൽ ടൈമിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചിലത് ചെയ്യുവാനുണ്ട്. ചില സീ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന ഏറ്റവും ബൃഹത്തായത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നം ഏതാണ്? നിങ്ങളതിനെ ക്രോസ് ചെയ്യാൻ പോകുകയാണ്. ശിഷ്യവൃന്ദങ്ങൾ യേശുവുമായി അക്കരയിലേക്ക് പോയി. അതിൻ്റെ ആരംഭം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരംഭം പോലെയല്ല അതിൻ്റെ കണ്ടിന്യൂഷൻ. ഈ റിവൈവൽ ടൈമിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കണ്ടിന്യൂവേഷനിൽ നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൽപ്പിക്കുകയാണ്, നിങ്ങളിപ്പോൾ കണ്ടിന്യൂവേഷനിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും വലിയ കാറ്റും കോളും നിങ്ങളെ തകർക്കുകയില്ല, നിങ്ങളെ ജയിക്കുകയില്ല, നിങ്ങളതിനെ ജയിക്കും. കാരണം കാറ്റും കോളും മാത്രമല്ല, പടകിലിപ്പോൾ ഉള്ളത് യേശുവുണ്ട്. നിങ്ങളുടെ വീട്ടിലെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും, നിങ്ങളുടെ സമ്പത്തിൻ്റെ ഏത് വലിയ ഭീമാകാരമാകുന്ന വേദനയാണെങ്കിലും, നിങ്ങൾ രോഗികളാണോ, ഇത് നിങ്ങളുടെ ഡെഡ് എൻഡ് അല്ല, നിങ്ങളിതിനെ ക്രോസ് ചെയ്യും. ഈ കടൽ നിങ്ങൾ കടക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുക. ഈ കടൽ നിങ്ങൾ കടക്കും. ഈ റിവൈവൽ ടൈമിൽ ഞാൻ പ്രവചിക്കുകയാണ്, ഈ രാത്രി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമാകുന്ന ഒരു ചലനം സംഭവിക്കാൻ പോവുക. യേശുവും ശിഷ്യന്മാരും പോയി. നമ്മളൊരു യാത്രയിലാണ്. പകലത്തെ യാത്ര പോലെയല്ല രാത്രിയിലെ യാത്ര. ഈ പ്രശ്നങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം? പത്രോസും കൂട്ടരുമെല്ലാം വാവിട്ട് നിലവിളിച്ച് അലമുറയിട്ട് കരഞ്ഞു. പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ കർത്താവ് തരുന്ന ജ്ഞാനാത്മാവ്, അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്. നിങ്ങൾ ദൈവമഹത്വം ക്യാരി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സുവിശേഷങ്ങളിൽ അക്കരയിലേക്ക് പോയ ശിഷ്യന്മാർ പ്രതികരിച്ചതുപോലെ അല്ലായിരുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ ശിഷ്യന്മാർ പ്രതികരിച്ചത്. ഇത് രണ്ടായിരുന്നു. ആ പടകിൽ അലറിക്കരഞ്ഞ പത്രോസിനെ അല്ല പിടിച്ച് കാരാഗൃഹത്തിലിട്ടപ്പോൾ കണ്ടത്. സ്വസ്ഥമായി താൻ ഉറങ്ങി. അപ്പോസ്തലന്മാരെ പിടിച്ച് അടിപ്പിച്ചു, ഈ നാമത്തിൽ മിണ്ടരുതെന്ന് പറഞ്ഞു. ആ പടകിൽ കണ്ട ശിഷ്യന്മാരെ അല്ല അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. അവരുടെ പ്രതികരണം, ഐ ആം സോറി, ഇനി ഞങ്ങൾ മിണ്ടില്ല എന്ന് പറഞ്ഞ് പോരുകയല്ലായിരുന്നു. നിങ്ങളെക്കാൾ അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്. അതുകൊണ്ട് അവർ അടി കൊണ്ടതിന് ശേഷം തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെട്ടത് കൊണ്ട് അവർ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. അപ്പം സുവിശേഷങ്ങളിലെ ശിഷ്യന്മാരുടെ അനുഭവമല്ല അപ്പോസ്തല പ്രവൃത്തിയിലെ ശിഷ്യന്മാരുടെ അനുഭവം. ഇതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു. അതാ മാളികമുറി. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റിയെടുത്താൽ നിങ്ങൾ പ്രതികരിക്കുന്നത് ജഡത്തിലല്ല, ആത്മാവിലാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റിയെടുത്താൽ നിങ്ങൾ പ്രതികരിക്കുന്നത് ജഡത്തിലല്ല, ആത്മാവിലാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റിയെടുത്താൽ നിങ്ങൾ പ്രതികരിക്കുന്നത് ജഡത്തിലല്ല, ആത്മാവിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ഓരോ റിയാക്ഷനും അവരെങ്ങനെ റിയാക്ട് ചെയ്തു നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു വലിയ മാതൃകയാണ്. ദൈവ മഹത്വം ഒരാൾ ചുമക്കുമ്പോൾ
അതൊരു മിനിസ്ട്രിയുടെ മേഖലയിൽ മാത്രം കാണിക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. ഡേ ടു ഡേ ലൈഫിൽ ദൈവമഹത്വം ചുമക്കുന്ന ഒരു വ്യക്തി ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളുടെയും നടുവിൽ ആ വ്യക്തി ആത്മനിറവിൽ അതിനെ പ്രതികരിക്കുന്നത് വ്യത്യസ്തമാണ്. അവിടെ ജഡത്തിന് സാധ്യതകളില്ല. ജഡത്തിലാണ് വസിക്കുന്നത്, ബട്ട് ജഡത്തിലാണ് വസിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവിലാണ് അതിനെ ജയിക്കുന്നത്. ഓ, ഗ്ലോറി ടു ഗാഡ്. ഈ റിവൈവൽ ടൈമിൽ നിങ്ങളുടെ മേലൊരു അസാധാരണമായ ദൈവിക നിയോഗം വരികയാണ്. മസ്കൽ ഖത്തറയ മഷ്യാൻഠലയ ബഖ ദിൽബാഹതുനിക ബഹസിയ. നിങ്ങളൊരു വലിയ മഹത്വം ചുമക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ഇടപെടലുകളിൽ ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ ആത്മാവിൽ പ്രതികരിച്ച് തുടങ്ങും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഈ റിവൈവൽ ടൈം, ആരെല്ലാം ഇത് വാച്ച് ചെയ്യുന്നോ അവരിലെല്ലാം ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിങ്ങൾ ഒരു ക്രോസ് ചെയ്യാൻ പോകുകയാണ്. സാമ്പത്തികമായി നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണോ? നിങ്ങളതിനെ ക്രോസ് ചെയ്യും. ദാരിദ്ര്യം പേറിയാണോ നിങ്ങളിപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്? നിങ്ങളതിനെ ക്രോസ് ചെയ്യും. ശരീരത്തിൽ ഒത്തിരി രോഗത്താൽ ബാധിക്കപ്പെട്ട് വേദനിച്ചാണോ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്? നിങ്ങളതിനെ ക്രോസ് ചെയ്യും. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളതിനെ ജയിക്കും. നിങ്ങളതിനെ ക്രോസ് ചെയ്യും. നിങ്ങളതിനെ ജയിക്കും. അത് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഓർത്ത്, മകനെ ഓർത്ത് ഭാരപ്പെട്ട്, തലമുറയെ ഓർത്ത് വേദനിച്ച് ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പഠനാർത്ഥം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് അവസാനം ഒന്നും ചെയ്യാൻ ആ തലമുറയ്ക്ക് പറ്റാതെ വേദനിച്ചിരിക്കുന്നൊരമ്മയെ പരിശുദ്ധാത്മാവ് കാണുന്നു. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ തലമുറയെ തൊടുന്നു. റിഹമദ ജനക സിയാര, നിങ്ങളുടെ തലമുറയെ പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ആ വിഷയത്തിൽ വിജയിക്കാൻ പോകുകയാണ്. ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുകയാണ്. ആ പ്രതിസന്ധിയിൽ നിങ്ങൾ ജയം കൽപ്പിക്കാൻ പോകുകയാണ്. അടുത്ത ദിവസം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ആ പ്രശ്നങ്ങൾക്കകത്തുനിന്ന് എസ്കേപ്പ് ആവുകയല്ല, ക്രോസ് ഓവർ ആൻഡ് ടു ദ അതർ സൈഡ്. കരയ്ക്ക് കൂടി നടന്ന് അതിൻ്റെ അക്കരയിലേക്ക് പോകാൻ വഴിയുണ്ടെങ്കിലും കരയ്ക്ക് കൂടി നടന്നു പോകാനല്ല, ഡയറക്റ്റ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി കടൽ ക്രോസ് ചെയ്ത് അക്കരെ എത്തുന്നൊരു കോളിംഗ് യേശു നിങ്ങളോട് പറയുന്നു. ജയിച്ചു മുന്നേറുക. ഈ റിവൈവൽ ടൈമിൽ ഞാൻ നിങ്ങളുടെ മേൽ അഭിഷേകം പകരുക. നിങ്ങളൊരു ദേശത്ത് വലിയ റിവൈവൽ കൊണ്ടുവരേണ്ട ആളാകയാൽ ധൈര്യമായിട്ട് നിൽക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.